ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലിജോ ജോസ് പല്ലിശ്ശേരി മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഇന്ന് പുറത്തിറങ്ങിയ സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സിനിമ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണാതിരിക്കുക. കാരണം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ സിനിമ കാണണമെന്നുള്ള ആഗ്രഹം തന്നെ ഇല്ലാതായേക്കാം. സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഈ സിനിമയെക്കുറിച്ചുള്ളൊരു പിക്ചർ നമുക്ക് കിട്ടും. ഈ സിനിമ എങ്ങോട്ടാണ് പോകുന്നത്, ഇതെന്താണ് ഈ കഥ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതിനു മുമ്പും പല സിനിമകളിലും കണ്ടിട്ടുള്ള സീനുകളും കഥയും എല്ലാം തന്നെയാണ് ചതി, വഞ്ചന, ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയിലും പറയുന്നത്. എങ്കിലും ഇൻ്റർവെല്ല് വരെ നമുക്ക് അത്യാവശ്യം പിടിച്ചിരിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ആ ഒരു എൻട്രി പഞ്ചും ആദ്യത്തെ ആ ഒരു പഞ്ച് ഡയലോഗിൻ്റെയും ഭയങ്കര രോമാഞ്ചം തരുന്ന ഡയലോഗുകളൊന്നുമില്ല. എങ്കിലും നമുക്ക് ഏകദേശം കേട്ടിരിക്കാനും കണ്ടിരിക്കാനും പറ്റിയതാണ് നമ്മുടെ ഇൻ്റർവെല്ല് വരെയുള്ള സീനുകൾ. അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമയുടെ ഗതി തന്നെ അങ്ങ് മാറിക്കളയുന്നത്. ഇൻ്റർവെല്ല് കഴിഞ്ഞ് അങ്ങോട്ട് ഇൻ്റർവെല്ലിന് മുമ്പ് എന്താണോ നമ്മൾ കണ്ടത് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സീനുകളാണ് ഇൻ്റർവെല്ല് കഴിഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് ഇവർ നമ്മളോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് പോലും നമുക്ക് ചില സമയങ്ങളിൽ മനസ്സിലാകാതാവും. ലാഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലാഗാണ്. അതായത് ഓരോ ഫൈറ്റ് സീനിലൊക്കെ കൈ എടുക്കുന്നത് തൊട്ട് എതിരെ നിൽക്കുന്ന ആളുടെ മുഖത്ത് കൈ എത്തുന്നത് വരെയുള്ളത് ഇങ്ങനെ സ്ലോ മോഷനിൽ കാണിച്ചു തരിക. അതായത് നമ്മുടെ കണ്ടിരിക്കുന്ന പ്രേക്ഷകൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ് ഓരോ സീനുകളും. ഈ സിനിമ ഒരിക്കലും ഒരു സാധാരണ പ്രേക്ഷകന് കാണാൻ പറ്റിയതല്ല. അല്ലാതെ സിനിമയെപ്പറ്റി ഒരുപാട് അറിവുകളുള്ള, സിനിമയെപ്പറ്റി പഠിക്കുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്കൊക്കെ കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമയായിട്ട് പ്രേക്ഷകനൊരു ഇമോഷണലി ഒരു കണക്ഷൻ ലഭിക്കുന്നില്ല. അതാണ് ഈ സിനിമയുടെ മെയിൻ പോരായ്മ. ഓരോ ക്യാരക്ടേഴ്സും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആ ക്യാരക്ടേഴ്സുമായിട്ട് നമുക്കൊരു കണക്ഷൻ ലഭിക്കാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഓരോന്നും നമുക്ക് സീൻ കാണുമ്പോഴും നമുക്കതിൽ നമ്മുടെ ഉള്ളിൽ തട്ടിയൊരു ഫീലിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ ഓരോ സീൻ കാണുമ്പോഴും ഒരു ഫീലും ഉണ്ടാകുന്നില്ല. അതാണ് മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ കഥയിൽ ഇത്രയും പോരായ്മകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമ ഒരു പക്ക ഫിലിം തന്നെയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ക്യാമറ, ഓരോ സീൻ ബൈ സീൻ എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത തന്നെയാണ്. പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ അന്യായ പെർഫോമൻസും ഇതെല്ലാം അടിപൊളിയാണ്. പക്ഷേ എങ്കിലും ഈ സിനിമയുമായിട്ട് പ്രേക്ഷകനൊരു കണക്ഷൻ ലഭിക്കാത്തിടത്തോളം സിനിമ പരാജയം തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് കൊടുത്ത ഹൈപ്പാണ്. ഇത്രയും ഹൈപ്പോടെ ഇറങ്ങിയത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ആ ഒരു കണക്ഷൻ ഈ സിനിമയായിട്ട് ലഭിക്കാത്തത്. കാരണം പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് ഇതിലും മേളിലാണ്. ഇത്രയും ഹൈപ്പോടുകൂടി തന്നെ വന്നപ്പോൾ പ്രേക്ഷകൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും മേളിലായിരുന്നു. ഓരോ പ്രേക്ഷകനും ലിജോ ജോസ് പല്ലിശ്ശേരി മോഹൻലാൽ കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ ഇതുവരെ കാണാത്ത എന്തോ ഒരു പ്രത്യേകതയാണ് അവർ ആ ഒരു സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് നമുക്ക് ഈ സിനിമയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഓരോ പ്രേക്ഷകർക്കും തിയേറ്റർ വിട്ട് ഇറങ്ങുമ്പോൾ എന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നത്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഇതിനു മുമ്പ് പുറത്തിറങ്ങിയ സിനിമയാണ് നൻപകൽ നേരത്തെ മയക്കം. അതിൽ ഓരോ ക്യാരക്ടേഴ്സുമായിട്ട് പ്രേക്ഷകനൊരു ഇമോഷണലി ഒരു കണക്ഷൻ ലഭിക്കുന്നുണ്ട്. അങ്ങനൊരു കണക്ഷൻ ഈ സിനിമയിൽ ഒരു ക്യാരക്ടേഴ്സുമായിട്ടും പ്രേക്ഷകന് ലഭിക്കുന്നില്ല. അതും ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോരായ്മ തന്നെയാണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇതെല്ലാം തന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. എൻ്റെ അഭിപ്രായം ആയിരിക്കണമെന്നില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.